Introducing Renga 144P with Avesham. Okay, എൻ്റെ ഈ 144P കോസ്റ്റ്യൂമിനെ പറ്റി എന്താണ് അഭിപ്രായം? താടിയൊക്കെ വെച്ച് രംഗ. Thank you. മൻസൂർ അതായത് ഇവിടെ കിടന്ന് മെഴുകിയത്. കൈ ഇത് സ്പോയിലറാണ്. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ കാണിക്കടാന്ന് പറഞ്ഞു. ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വരുമ്പോ. രംഗയുടെ കോസ്റ്റ്യൂം ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഇമ്പാക്ട് തോന്നും. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബൂമിങ് എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഭൂമി എന്തായാലും പറയും. Introducing Renga 144P with Avesham team. Welcome to Skylark Pictures. Okay. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. സോ രംഗ എന്നുള്ള കഥാപാത്രം ആവേശം സിനിമ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് നിങ്ങൾ, ഹൗ ഡു യു ഫീൽ നൗ? സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ. എൻ്റെ ഈ 144P കോസ്റ്റ്യൂമിനെ പറ്റി എന്താണ് അഭിപ്രായം? ഡയറക്ടർ സാർ പറയും. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? സത്യം പറ. അല്ല എന്താ പറയാ, കണ്ടിട്ട് എന്താ തോന്നുന്നു? രംഗയെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, രംഗ അതാണ് ഉദ്ദേശിച്ചത്. അതായിരുന്നല്ലേ? അതായത് മെഴുകിയത്. ഓക്കെ, കിട്ടേണ്ടത് കിട്ടി. ഓക്കെ അമ്പാനെ, എന്നെ പറയുന്നത് കേട്ടോ? നീ ഒന്നും പറയുന്നില്ല. ഓക്കെ. സോ നമ്മള് വേണം കട്ട് ചെയ്തിട്ട് മറ്റേ റിയാക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇടക്കിടക്ക് എന്താണ് തോന്നുന്നത്? ബ്രോ ഓക്കെ ആണ്? ഒരു വൗ ഫാക്ടർ ഇരുന്ന് ചീഞ്ഞ് ഞാൻ അലഞ്ഞു, ഒന്നും തോന്നിയില്ല. സമ്പാനം വേറെ ഓർക്കേണ്ടി വരും ചിലപ്പോ. ഓക്കെ. അപ്പൊ ആവേശം എന്നുള്ള സിനിമ, നമുക്ക് സിനിമയിലേക്ക് വരാം. നിങ്ങൾ അല്ലെങ്കിൽ എന്നെ പുഴുങ്ങും പിന്നെ ഇരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. ബ്രോ സ്വയം പുഴുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഡയറക്ടർ സാർ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നന്നായിട്ട് തന്നു. എനിവേ സാർ, അപ്പോൾ ബാക്ക് ടു സിനിമ. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു സിനിമ, ഫഹദ് ഫാസിൽ അതിലേക്ക് വരുന്നു. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ ചെക്കന്മാർ വെച്ചിട്ട് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു കാസ്റ്റിംഗ്? എന്താണ് ഇവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? വീണ്ടും ഇവരെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എന്നുള്ള 24 പേർക്കുള്ള ഒരു ഓഡീഷൻ നടത്തി അതിനകത്ത് നിന്ന് ഇവരെ 4 പേരെ സെലക്ട് ചെയ്താണ്. അത് അതിലേക്ക് കാരണം കുറച്ച് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. ഈ ക്യാരക്ടറിന് ആപ്റ്റായിട്ട് തോന്നിയപ്പോൾ. ഓക്കെ. ആ ഒരു ഫൺ എലമെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അതെ. എല്ലാവർക്കും ഫൺ എലമെന്റ് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിന് പറ്റുന്ന ആളുകളെ നോക്കിയിട്ടാണ്. ഓക്കെ. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഓഡീഷൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അതെ, ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വെച്ചിട്ട് സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരക്ടർ പ്ലേയിങ് ആയിരുന്നു. അതെ. ഓക്കെ. സോ ഇവരുടെ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഫഫ എന്നുള്ളൊരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് ഫഫ മനസ്സിലുണ്ടായിരുന്നു? ഫഫക്ക് വേണ്ടി എഴുതിയാണ്? ഉറപ്പായിട്ടും. പുള്ളിയുടെ അടുത്ത് കഥ പറയാൻ പോകുന്നതിന് മുന്നെയാണിത്. പുള്ളി ഫഹദിൻ്റെ അടുത്താണ് കഥ പറയേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു എഴുതുമ്പോൾ മനസ്സിലുണ്ടായി. പറയുന്ന പോലെ ഒന്നുമല്ല, ഇപ്പോൾ കാണുന്ന ക്യാരക്ടറൊന്നും അല്ല, പക്ഷെ അതിൻ്റെ ഒരു ബേസ് വേർഷൻ. ഓക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻസ്, മാനറിസംസ്, ഇതൊക്കെ സാർ എഴുതിയത് അതേപോലെ പ്ലേ ചെയ്യാണോ ഫഹദ് ചെയ്തത്? അതോ ഇല്ല, അങ്ങനെ നമുക്ക് ഒരാളെ കുറിച്ച് അയാളുടെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും എഴുതി ചേർക്കാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടു തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ട് തീരുമാനിച്ചു പോയിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ. ഓക്കെ. സോ നിങ്ങളുടെ ഒരു റിയാക്ഷൻ, ഇപ്പോൾ റോഷനെ സാർ ആദ്യം കോള് വരുന്നത് സാർ എന്നായിരുന്നു? അല്ല, ഷിഫ്നത്താണ് ആദ്യം മെസ്സേജ് അയക്കുന്നത്. ജിജന്റെ വൈഫ്, നമ്മുടെ പടത്തിന്റെ ഷിഫ്നത്താണ് ആദ്യം മെസ്സേജ് അയച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്പർ മേടിച്ചിട്ട് ജിത്തുചേട്ടൻ അടുത്ത ദിവസം വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനു വിളിക്കും എന്നൊന്നും പറഞ്ഞില്ല. പടത്തിന്റെ കാര്യം റിലേറ്റഡ് ആയിട്ട് വിളിക്കും എന്ന് പറഞ്ഞോളൂ. അപ്പം അങ്ങനെ വിളിച്ചു. നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് ഓഡിഷനാണ്. അപ്പം അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പം അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പ്രോസസ്സൊക്കെ. അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ള പരിചയം ഉണ്ടാവൂലേ? ഇല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിപ്സ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഗെയിമിനെ പറ്റി അത്ര അറിയില്ല എങ്കിൽ പോലും ഞാൻ യൂട്യൂബിലാണ് ആദ്യം ഹിപ്സ്റ്ററിനെ നോട്ട് ചെയ്യുന്നത്.
ഈ ഒമേഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ പെണ്ണുങ്ങൾക്കൊക്കെ ഈ കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തിട്ട് എനിക്ക് ചില സമയത്തൊക്കെ സന്തോഷം തോന്നിയിട്ടുണ്ട് ചില സംഭവങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പാഷനായിട്ട് ചെയ്യുന്നതാണോ അതോ ഗെയിമിംഗ് ആണോ മെയിൻലി? പിള്ളേർക്ക് സംസാരിക്കുന്ന ഒരു പാഷനായിട്ട് അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, പെൺപിള്ളേരോട് സംസാരിക്കുന്ന ഒരു പാഷൻ എന്നല്ല. അല്ല ബ്രോ, അത് കംപ്ലീറ്റ്ലി എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടുക. അപ്പോൾ അധികം ഇത് ഫോറിനേഴ്സും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹിന്ദി യൂട്യൂബേഴ്സ് ഒരുപാട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ ഇവിടോട്ട് പുതിയ സാധനം പരീക്ഷിക്കുക എന്നുള്ളൊരു ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു. അത്രേ ഉള്ളൂ. ആ എന്റർടൈൻമെന്റ് സംഭവമാണ്, ആൾക്കാരെ എൻഗേജിങ് ആക്കി നിർത്തുക. ഒരു 8 മിനിറ്റ് വീഡിയോ, അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഹിപ്സ്റ്ററിന്റെ സംഭവം വരുമ്പോൾ ഹിപ്സ്റ്ററിനെ കാണാൻ വേണ്ടി ചെറിയ കുട്ടികൾ, ഒരു എനിക്കൊന്നൊരു അഡോളസൻസ് പീരീഡ് ടീനേജേഴ്സ് ഒക്കെ കുറേ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിപ്സ്റ്റർ വന്നോ എന്നൊക്കെ ഒമേഗിൽ വന്ന് നോക്കുന്നതൊക്കെ. സോ അവരൊക്കെ മെസ്സേജ് ചെയ്യലുണ്ടോ കുട്ടികളൊക്കെ? ബോയ്സിന് മെസ്സേജ്? ഓക്കെ. അപ്പോൾ അംബാൻ സഞ്ജേട്ടാ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് ജിത്സാറായിരിക്കും സ്വാഭാവികമായിട്ടും കഥ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ കഥ കേട്ട സമയത്ത് ഓക്കെ ഇത് ചെയ്യാം എന്നുള്ളതാണോ, അതോ കഥ കേട്ടിട്ട് അതിലേക്ക് വരുന്നതാണോ, അതോ ജിത്സാറിൻ്റെ ഒരു സിനിമ എന്നുള്ള നിലക്ക് കമ്മിറ്റ് ചെയ്തതാണോ? ജിത്തുവിന്റെ സിനിമ എന്നുള്ള രീതിയിൽ കമ്മിറ്റ് ചെയ്തതാണ്. ഓക്കെ. കഥയല്ല കഴിഞ്ഞിട്ടാണ് പിന്നീടൊക്കെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അൻപാണ് അത് ഓൾറെഡി അതെ നമുക്കറിയാം, രോമാഞ്ചത്തിൽ വിളിച്ച് അതിന് പരിപാടി ഓക്കെ സെറ്റ്. ഓക്കെ. സോ നമുക്ക് ഒരു ചെറിയ ഗെയിമിലേക്ക് പോവാം. രംഗക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിം, അംബാന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിം, അംബാൻ രംഗ പ്ലേ ചെയ്യുന്നൊരു ഗെയിം. നമുക്ക് കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ട, നമുക്കറിയാം ഡംസ്റ്റാറ്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് 2 ടീമായിട്ട് നിന്നിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ 2 ഒരേ ടീമാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് റോഷന്റെ അടുത്ത് തരാം. നിങ്ങളുടെ ടീമിൽ ആർക്ക് വേണമെങ്കിലും അത് അഭിനയിച്ച് കാണിക്കാം. സോ ഇവർ പറയും എന്നുള്ളതാണ്. ഓക്കെ. ഇതിപ്പോ ആരാണോ അവരുടെ ടീമിലുള്ള ആളാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാ? ഇപ്പൊ അവരെ തോപ്പിക്കാൻ വേണ്ടി എനിക്കിത് പറയാതിരിക്കാം. നമുക്ക് എന്താണെന്നറിയാം, ഇവിടെ ക്യാമറ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, മനസ്സിലായില്ലേ? അതെ, ആ കഷ്ടപ്പാട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ല, സിനിമ അങ്ങനെ കേറുന്നത് കൊണ്ടാണ്. ആ സംഭവമൊക്കെ അത് ആളുകൾ എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റ് വായിച്ച സാധനമാണ്. കുറെ ഐറ്റം ഡംസ്റ്റാർട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ പറഞ്ഞതിന്റെ ഒരു രസം കളയുന്നില്ല. ഫസ്റ്റ് ഞാൻ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങളുടെ ഇഷ്ടത്തിൽ തെറ്റിച്ച് കളിക്കാൻ പോകണം. നിങ്ങളുടെ ടീമിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഇവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. നമ്മളെല്ലാം ഒരു ടീമാണ്. നീ അവിടെ ഇവിടെ ഇരുന്ന് ചെയ്താൽ നമ്മുടെ ടീമല്ലേ? നമ്മുടെ ടീമാണ്. എനിക്ക് പറയാം. അല്ലല്ല, ഞങ്ങൾ പറയാം. അങ്ങനെയെങ്കിലും ഒരു കളി ജയിക്കട്ടെ കൂടാ. ആവേശം കൈ കഴുത്ത് ഇതുവരെ വളരെ കറക്റ്റാണ്. ഇതുവരെ കൈ പിടിക്കുക. ഫസ്റ്റ് പടമെന്ന് പറയണ്ടേ? കയ്യെത്തുന്ന നിങ്ങൾക്ക് ഇത് നീ തന്നെ കാണിക്കണം കറക്റ്റ് ആയിട്ട്. ഏതാണ്? ശരി, സോറി, എക്സൈറ്റ്മെന്റ് ചോദിച്ചു. എത്ര വാക്കുണ്ട്? വായിച്ചില്ലേ? രണ്ടാമത്തെ വാക്ക് കാണിച്ചോളൂ. ബെൽറ്റ്. അര അരം പ്ലസ് കയറ്. അരക്കെട്ട. ഇടുപ്പ്. അര അരക്കെട്ട്. അരിഞ്ഞാണോ? അവൻ പറഞ്ഞു. അരഞ്ഞാണോ? രണ്ടാമത്തെ വാക്ക് അരഞ്ഞാണോ? എന്താ അപ്പൊ ആദ്യത്തെ വാക്ക് എന്തെങ്കിലും കാണിക്കണം. അരഞ്ഞാണോ ആയിത്ത? രണ്ടാമത്തെ വാക്ക് അരഞ്ഞാണോ? മുടി. മുടി. ചീപ്പ്. സ്ത്രീ.
ആ മറ്റേ ഇത് മറ്റേ അടാ എനിക്ക് ആ പടം അറിയാം പക്ഷേ പേരത് ഹരിശ്രേഷ കാണിച്ചൊരു പടമുണ്ട്. ആ അത് എന്തോ വരെ അരഞ്ഞാണ് ഒരു പെണ്ണിന്റെ വര സുമലതല്ല. ബാക്കി ഞാൻ ട്രൈ ചെയ്യട്ടെ. ആ മുറിച്ച് രണ്ടാക്കി. അത് രണ്ടാക്കി. മൂന്ന് ഇതിലും വലിയ സ്വപ്നങ്ങളെല്ലാം അരഞ്ഞാണോ? അരഞ്ഞാണം. ത്രീക്ക് മുമ്പുള്ളതാണ് പറയാൻ പോകുന്നത്. സ്ക്രൂ ഡ്രൈവർ. താക്കോൽ. കീ. പൂട്ട്. വാതിൽ. ലോക്ക്. താക്കോൽ. കീ. താക്കോലിന്റെ ചാവി. സാവിത്രി. കുറെ കളിച്ച എക്സ്പീരിയൻസ് അതല്ലേ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ആ സാധനല്ലേ അത് നമ്മൾ സ്ഥിരം കളിക്കുന്ന കളി. മനസ്സിലായില്ല. കൈ. ഇത് സ്പോയിലറാണ്. അത് കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ അല്പമായിരുന്നു. അഭിനയിക്കാൻ മുട്ടിരിക്കണോ? താങ്ക്യൂലി സിമ്പിൾസ് ആണെന്നുള്ളത്. അല്ല അത് നിങ്ങളത് കാണിക്കുന്ന കാണാനുള്ളൊരു ആഗ്രഹം. ഇനിയുണ്ടോ? ഉണ്ടോ? ഇതല്ലേ ഉള്ളൂ. കൊടുത്ത് അളിയനോട് ഇന്റർവ്യൂ അല്ലായിരുന്നില്ലേ? ഞാനത് കാണിച്ചു പകുതി അവരെന്താ പറഞ്ഞു? നടന്നു വിചാരിച്ചില്ല. അല്ല ശരിയല്ലേ? കുട്ടി ഇത് പറ്റിയില്ലെങ്കിൽ പാസ് ചെയ്യാൻ ചേട്ടാ ചേട്ടാ. മുറുക്കി. മൂന്ന് വാക്ക്. ഉണ്ണിമുന്തൻ. ബ്രില്യന്റ്. ഉണ്ണി. മുകുന്ദൻ അസോസിയേറ്റ്സ്. മൂന്ന് വാക്കുണ്ട്. അതിൽ ആദ്യത്തെ വാക്കാണ് മുകുന്ദൻ. മുകുന്ദൻ. മുകുന്ദേട്ട സുമിത്രവിളി. ഞാൻ കാണിച്ചു. ഞാൻ നേരത്തെ കൈ കാണിച്ചത് അന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യും. നമുക്ക് കാണാം. മുന്തിരി. ഇത് ടഫ് ക്വസ്റ്റൻ അല്ല. നമുക്കാണ് ചേട്ടാ നിങ്ങളെല്ലാരും അങ്ങനെ പറഞ്ഞില്ലേ? അതൊന്നുമല്ല. ഗെയിം ഷോ ആക്കി മാറ്റാം. നിമിഷം മതി. ഞാൻ ചെയ്യും. ഇപ്പൊ എഴുതാം. ശ്രീരാമൻ. രാമൻ. സിമ്പിൾ. മുതുകമാണ്. ഒറ്റ വാക്കേ ഉള്ളൂ. ഒറ്റ വാക്കേ ഉള്ളൂ. അവൻ പറയുന്നത് ശ്രദ്ധിക്കും. അവൻ പറയുന്നത് ഓക്കെ. മുത്തം. വീട്. മല. ഗോപുരം. കുന്ന്. മുത്താരം കുന്ന് വീ. അമ്മിക്കല്ല. പറ നല്ല നമുക്ക് രസവും. എത്ര വാക്കുണ്ട്? എത്ര വാക്കുണ്ട്? മുണ്ടുപൊക്കി. സിമ്പിളാണ് അത് കാണിക്കാൻ. വേലക്കാരി. പോട്ടെ അത് കാണിക്കാൻ പറ്റില്ല.
ചേട്ടൻ കത്തിയില്ലേ? എനിക്ക് അത് എന്താണ് സിനിമയല്ലേ? സിനിമ അപ്പൊ ഇത് പുതിയ പടമാണോ പഴയ പടം? എത്ര വാക്കുണ്ട്? ഒറ്റ വാക്കുള്ളൂ. ആ വാക്കാണ് നീ കാണിക്കുന്നത്. ഒന്ന് കാണിച്ച് ഒന്നുകൂടെ കാണിക്കുന്ന അർത്ഥല്ലേ? പുതിയ പടം എനിക്കുള്ള ഫസ്റ്റ് കാണിച്ചത് കറക്റ്റ് ആണ്. പഴയ പടം. അല്ല ഇതല്ല, അതിന് മുന്നേ കാണിച്ചില്ലേ? എടാ നീ കറക്റ്റ് ആയിട്ട് കാണിക്കുക. എനിക്ക് വേറെ സിനിമ പേരൊക്കെയാണ് വരുന്നത്. അതിൽ ചിലപ്പോ വരും. എടാ, കാണിച്ചോ. അരക്കുന്ന അരപ്പട്ട കിട്ടിയ ആനം പ്ലസ് അരം പ്ലസ് അരം. ആനം പ്ലസ് സിനിമയുടെ പേരല്ലേ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? സിനിമയ്ക്കകത്ത് സീനാണ് കാണിക്കുന്നത്. കല്യാണരാമനോ? അല്ലല്ലോ. ആ ഫീലോടെ കാണിക്കും. സംസാരിക്കരുത്. രതി നിർവേദോ? ഇതല്ലേ അത് ആണ്ടല്ലേ? പക്ഷെ നീ എന്നോടാ പറഞ്ഞത്? നീ പറഞ്ഞല്ലോ. അവിടെ അത് കഴിച്ചോ. ഞാൻ ഇത് പറഞ്ഞു, ഇങ്ങനെ കാണിക്കടാന്ന് പറഞ്ഞു. ഓക്കെ. കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് പറയാം. നമുക്കൊക്കെ അറിയാവുന്ന സിനിമ അല്ല. സിനിമ ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കഴിയും. നല്ല വാസുണ്ട്. കുഞ്ഞിക്കുനെ. കീലേരി അച്ചു. കീലേരി അച്ചു. നരസിംഹാണോ? കിരീടമല്ല. മാമുക്ക അത് തന്നെ. രണ്ടിനും തുടങ്ങാനുണ്ടോ? എനിക്കറിയില്ല. പടത്തിന്റെ പേരാ? അതിന് പേര് അറിയില്ലോ. ഇത് ഞങ്ങൾക്ക് അഭിനയിച്ചാൽ സിമ്പിൾ ആണ് കൊടുക്കട്ടെ. നീ സിമ്പിൾ ആണ്. ഞാൻ പറയാൻ പോയതായിരിക്കും. കാണിക്കോ ഒരു ഡെമോ. എന്നെ ഡെമോക്കി കൺകെട്ട്. നീ എന്താ പറഞ്ഞത്? അല്ല എനിക്കും അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പറയൂ. മിന്നൽ പ്രതാപൻ. പിന്നെ പ്രതാപൻ മനുവും ഗുണ്ടഭാസ്കരൻ. ഭാസ്കരൻ കൈവച്ച ആ ഗുണ്ടയാണ്. ആ ഗുണ്ടയല്ല, അത് ശരിക്കുള്ള ഗുണ്ടഭാസ്കരൻ. അപ്പൊ കൊച്ചു നീതിപ്പേണോ? ആ കിരീടം. നോ, കുറച്ചേരെ കിരീടം. തിളക്കം. തിളക്കം. മനസ്സിന് വന്നു. ജോസേട്ടൻ. മേരിക്കുണ്ട്. മോനെ. അച്ചമ്മ. ആനപ്പാണ. ആ കടയാടി വേഗം. ലേലം. മാക്രി ഗോപാലൻ. ചട്ടമ്പിനാട്. ഓക്കെ ജസ്റ്റ് ബാക്ക് ടു സിനിമ. ഫഫയുടെ അഭിനയിച്ചു. ലൈക്ക് ഫഫയുടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത സമയത്ത് നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു സിനിമയിലേക്ക് ആദ്യമാണ്. അപ്പോൾ ഫഫ പോലെ ഒരു പെർഫോമർ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു? അത് കാണുന്ന സമയത്തും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഓരോ തവണ കാണുമ്പോഴും എക്സൈറ്റഡ് ആയിരുന്നു. വീണ്ടും കാണാനും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കൂടെ അഭിനയിക്കാനും ആ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്സോ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു? ഒരുപാട് ആളുമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും? അല്ല, ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ മിസ്റ്റേക്ക് കാരണം ആ ഒരു പിന്നെ എല്ലാ സീന് നമുക്ക് അറിയാമല്ലോ. അപ്പം പുള്ളി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് കാണാൻ നമ്മൾ മൂന്നുപേര് നമ്മളെല്ലാരും ഭയങ്കര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫഫയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡയറക്ടർ സാർ നമ്മൾ ഈ രോമാഞ്ചത്തിന്റെ ഒരു പാട്ട് നമ്മൾ കഴിഞ്ഞു. സാർ തന്നെ പറഞ്ഞു അതിന് ഒരു പ്രീക്വലോ സീക്വലോ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ചില ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ചില ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഇന്റേണലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഭാവിയിലേക്ക്? എക്സ്പെക്ട് ചെയ്യണ്ട. അല്ല, അങ്ങനെയൊന്നും ഇതുവരെ ലൈക്ക് ഒരു ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ടൊരു ചെറിയ കണക്ഷൻ. പിന്നെ അടുക്കൽ സോറി സ്പോയിലർ ആവുന്ന അല്ല, ട്രെയിൻ പോകുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ ആ ലൊക്കേഷൻ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ആക്കിയതാണ്. ആ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോഴാണ് അതിന്റെ ട്രെയിൻ പോകുന്ന കാര്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അതങ്ങനെ ഈ ബാംഗ്ലൂർ പാസം എന്ന് പറയുന്നത് ഇവര് കളിയാക്കാൻ പറയുന്നതാണോ അതോ ശരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ടീനേജ് ഞാൻ ജീവിച്ചത് എൻ്റെ 17 വയസ്സ് മുതൽ ഞാൻ അവിടെ ആയിരുന്നു. 12 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ആ മെമ്മറീസ് എല്ലാം, അതായത് ഈ ഒരു ടീനേജ് മെമ്മറീസ് എല്ലാം ബാംഗ്ലൂരിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മെമ്മറീസിൽ നിന്നും കൂടെ ഉണ്ടാക്കുന്നതാണല്ലോ സിനിമയിൽ. അപ്പം അങ്ങനെ ഈ എഴുത്തൊക്കെ എത്ര നാള് മുമ്പേ ഉണ്ട്? പഠിക്കുന്ന സമയത്ത് തൊട്ടേ? ഇല്ല, അങ്ങനെ പഠിക്കുന്ന സമയത്തൊന്നും എഴുത്തില്ല. പഠിക്കുന്ന സമയത്ത്
എൻ്റെ വിചാരം ഞാൻ ഭയങ്കര കവിയാവുന്നായിരുന്നു. ഓ, സാഹിത്യത്തോടുള്ള താല്പര്യം. അതായത് ചെറുതിലെ ഞാൻ ഭയങ്കര കവിത എഴുതുക, ആരെയൊക്കെ കുറിച്ച് കവിത എഴുതിയോ, ടീച്ചറിനെ കുറിച്ചും ഒക്കെ കവിത എഴുതി ഇവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. ഭയങ്കര അപ്പൊ ഞാൻ ഉറപ്പിച്ച് ഞാൻ കവിയാണ്, ഭാവിയിൽ കവിയാണ്. പിന്നെ ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് കുറച്ച് ബോധം വെച്ചപ്പം ഈ ബുക്ക് കത്തിച്ചളയായിരുന്നു. ഞാൻ കവിത എഴുതിയ ബുക്ക് പട്ടിൽ പൊതിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കത്തിച്ച് കളയുക. അല്ല, അങ്ങനെ 2 വരിയോ അങ്ങനെ മറ്റോ ഓർമ്മയുണ്ടോ അങ്ങനെ അന്ന് എഴുതിയ? ഞാൻ സത്യമാണ് എന്റെ ചെറുതിലെ എഴുതിയ കഥ എനിക്കങ്ങനെ ഓർമ്മ വേണ്ട. മച്ചാൻ മറ്റേ ട്രോൾ ICU എന്നും പറഞ്ഞ് പണ്ട് എഴുതി ട്രോൾ ഇടൂലേ, അതില് അഡ്മിനല്ല, അതില് മച്ചാന്റെ ട്രോളിനൊക്കെ ഭയങ്കര ലൈക്സ് ആയിരുന്നു. 40,000 ലൈക്കൊക്കെ ഫസ്റ്റ് പോസ്റ്റിനൊക്കെ ഉണ്ട്. എഴുതിയിടൂലേ, നമ്മൾ എഴുതി ട്രോൾ ഇടില്ലേ? ട്രോളനാണെന്ന് എനിക്ക് ഇൻട്രോയില് മനസ്സിലായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ട്രോളുകൾ ഇടുന്നത്, ഞാൻ എഴുതി ട്രോൾ ഇടുന്ന ടൈമിൽ തൊട്ട് ഞാൻ മെമ്പറാണ്, അതിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ ട്രോളുകൾ ഇട്ട് തുടങ്ങി. കുറച്ചധികം നാൾ അതിൽ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ആ 2 വരി കവിത ഏത് 2 വരി കവിത? അന്ന് എപ്പോഴെങ്കിലും എഴുതി മനസ്സിന്റെ അകത്തളങ്ങൾ ബ്രോ, അത് ഭയങ്കര ഭയങ്കര മോശമാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതായത് ടീച്ചറെ കുറിച്ച് ടീച്ചർ മാലാഖയാണ്, ടീച്ചർ വരുന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ കവിതകളാണ്. അത് ടീച്ചർ വായിക്കുമ്പോൾ കണ്ണൊക്കെ പറഞ്ഞിട്ട് മോനെ നീ എന്ത് എഴുത്താണ് എന്ന് ചോദിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇവരൊക്കെ പറ്റിക്കായിരുന്നു നമ്മളെ. വയലാർ എഴുതും ഇതുപോലെ, എന്ന് പറഞ്ഞ പോലത്തെ. എന്നാലും നമുക്ക് പ്രാസോപ്പിച്ചൊരു സംഭവം കിട്ടില്ല ബ്രോ. ഭയങ്കര ശോകമായിരുന്നു കവിത, അതല്ലേ? എന്തായിരിക്കും കവിത? മിഥുട്ടി, നമ്മള് മിഥുട്ടിയെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാർ? ആ പ്രോസസ് എങ്ങനെയാണ്? ആളുടെ ഒരു റീലൊക്കെ ഇതുപോലെ തന്നെ ഇവരെ സെലക്ട് ചെയ്ത സെയിം പ്രോസസ്സിലാണ് ആളെ? അതെ അതെ. മിഥുട്ടി ഇവർക്ക് 2 റൗണ്ട് സ്ക്രീനിങ് ഉണ്ടാകും. മിഥുട്ടിക്ക് ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ മികവ് തന്നെയാണത്. ഓക്കെ, സോ മിഥുനെ പറ്റി പറയുകയാണെങ്കിൽ മിഥുൻ ജയശങ്കർ, എനിക്ക് മിഥുന്റെ ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സംഭവം ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ കിവി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കാണിക്കുന്ന സാധനം അത് ഡിലീറ്റ് ചെയ്തു ബ്രോ. അങ്ങനെ കാണിച്ചു ബ്രോ? എനിക്കറിയില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാണേണ്ട സാധനമല്ലേ, കണ്ടിട്ടില്ല. എന്തായിരുന്നത്? എന്തായിരുന്നു? നീ എന്റെ ആടൊക്കെ പോയി ചെയ്തു. ഐസ്ക്രീമിന്റെ ട്രോൾ ചെയ്തതാ. കഴിഞ്ഞ കാലം നീ ലാലേട്ടനൊക്കെ ട്രോൾ ചെയ്യണം. അല്ലല്ല, അപ്പൊ ഉണ്ട് ഇല്ലേ? അത് അന്ന് ചെയ്തായിരുന്നു. ഡിലീറ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞില്ലട്ടത്, ഞാൻ എപ്പോഴാ അറിയണത്. നല്ല രസം അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിലീറ്റ് ചെയ്തോ, നിന്നെ എങ്ങനെ കാണും? ലാലിന് ട്രോളൊന്നല്ല. ഓക്കെ, ഹിപ്സ്റ്റർ, ഇനിയിപ്പോ ഒരു സിനിമ ഹിപ്സ്റ്ററിൽ ഒരു നടനുണ്ട് എന്നത് എങ്ങനെയാണ് ഡയറക്ടർ പെട്ടെന്നൊന്നായിരുന്നു ചെയ്തത്? ഹിപ്സ്റ്റർ സ്വാഭാവികമായിട്ടും അതായത് ഹിപ്സ്റ്ററിന്റെ എനിക്ക് ഇഷ്ടമായത് അവന് പേടിയില്ല എന്നുള്ള സംഭവമായിരുന്നു ചെയ്യുമ്പോഴത്തേക്ക്. അവന് ഒന്നിനെ കുറിച്ചും അത്ര ബോധകളല്ല. അപ്പൊ ഇവനോട് വന്നിട്ട് ഒരാളോട് ചൂടാവാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ചൂടാവാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് കരഞ്ഞില്ലെന്നേ ഉള്ളൂ ചൂടായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവനങ്ങനെ പേടിയില്ല. അപ്പൊ അത് മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് പതുക്കെ നോക്കാന്നുള്ള രീതിയിലാണ്. പിന്നീട് വന്നിട്ടാണ് ഇവനെ കൊണ്ടൊരു സീനൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി ഇപ്പം ചെയ്യുന്നുണ്ട്. ഹിപ്സ്റ്ററിനെ പറയാം, ബാക്കി എല്ലാവരും റീൽസ് ഒക്കെ ആയിട്ടും അഭിനയത്തോടൊക്കെ ചില രീതിയിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹിപ്സ്റ്ററിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ചെയ്തെന്നോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ടിക്ടോക്ക് ആയിട്ടുണ്ട്, അതൊക്കെ പൊക്കി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതുണ്ടായിരുന്ന ടൈമില് രണ്ടും കൂടെ തിരിഞ്ഞതാ. അപ്പൊ അതുണ്ടായിരുന്ന ടൈമില് പിന്നെ അത് ഊക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് അതങ്ങ് നിർത്തി. ഇത് അൺപാർലമെന്ററി വേർഡാണ്, ഇതിലൊന്നും കയറി പറയാൻ പാടില്ല. നമുക്കിടയ്ക്ക് പറയുന്ന പോലെ നമ്മള് ഒരു ഫ്രണ്ട്ലി ടോക്ക് അല്ലേ, അങ്ങനെ എടുക്കണം. ഫ്രണ്ട്ലി അല്ലല്ലോ, തീരെ ഫ്രണ്ട്ലി അല്ല. കാണുന്നവര് ഫ്രണ്ട്ലി അല്ലല്ലോ. അതൊരു റോഷന്റെ ചിരി. അതെ, രോമാഞ്ചത്തില് അർജുന്റെ ഒരു ട്രോളി ഞാൻ കണ്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ട്. രോമാഞ്ചത്തില് അർജുന്റെ ആ സാധനം ഉണ്ടല്ലോ, രോമാഞ്ചത്തിലെ അർജുന്റെ ആ സാധനം നമ്മള് പലർക്കും ഉള്ള ഒരു സ്വഭാവത്തിന്റെ എക്സാജറേറ്റഡ് വേർഷനാണ്. അതായത് എനിക്കുണ്ട് സുഹൃത്തുക്കളുണ്ട്, എപ്പോ പോകുമ്പോ കണ്ടാൽ, അതായത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളെ ചിരിച്ചു കാണിക്കും. അപ്പൊ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ ആളുകൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സാജറേറ്റഡ് വേർഷനാണ് ഈ പറഞ്ഞ അർജുൻ അശോകന്റെ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ ഇവൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ പറഞ്ഞ ഇവനങ്ങനെ ചിരി
ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. ശരിയായില്ല, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്രോ മുമ്പ്? എന്താ ബ്രോ? ഈ ചിരി നല്ല- ചിരി നല്ല ഇവന്റെ ഞാൻ കണ്ട വീഡിയോയില് ഫുൾ ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ സംഭവം അല്ലേ, അതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സജിൻ ബാബു, ഇനി ഭാവി പരിപാടി എങ്ങനെയാണ്? ഭാവി സിനിമ, പുതിയ സിനിമകൾ? ആളുകൾ കാണുന്ന സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതല്ല, പുതിയ സിനിമകൾ പുതിയ സിനിമകൾ വരുന്നുണ്ട്, പ്ലാനിങ്ങിലാണ്. അതൊന്നും ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിന് ടൈറ്റിലൊന്നും അനൗൺസ് ആയിട്ടില്ല. ബേസിലുണ്ട്, ചെയ്ത് കഴിഞ്ഞു, ചെയ്ത് ഷൂട്ട് ചെയ്ത്. അത് ഓണത്തിനൊക്കെ ഉണ്ടാവും. ബേസിൽ ജോസഫിന്റെ പടമാണ്. സാറിന്റെ പുതിയ സിനിമകൾ ഒന്നും തീരുമാനമായില്ല. എഴുത്തൊന്നും? എഴുത്തൊക്കെ നടക്കുന്നു, പലതും ചർച്ചകളും വഴിക്കെല്ലാം നടക്കുന്നുണ്ട്. എഴുത്തിന്റെ ഒരു സംഭവം നമ്മള് എന്താ അവസരം ചോദിക്കാനായിട്ടാ. അതൊന്നുമല്ല, ഈ എഴുത്തിന്റെ ഒരു പ്രോസസ്സിൽ നമ്മൾ എഴുതുന്ന സമയത്ത് എന്റെ സ്റ്റോറി നമുക്ക് ഉണ്ടായിട്ടാണോ എഴുതുക, അത് എഴുതി തുടങ്ങുന്ന ഫ്ലോയിൽ സംഭവിക്കുന്നതാണ്? അത് പലതും പല രീതിയിലാണ്. എൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് ഉണ്ടാവും. എന്തായിരിക്കും, എങ്ങനെ തുടങ്ങണം, ഇതിലെ പോയി എവിടെ എത്തണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. സീനുകളൊന്നും ഉണ്ടാവില്ല, അതൊക്കെ എഴുതി തന്നെ പോകുന്നു. സീനായിട്ട് തന്നെ എഴുതി പോകുന്ന വഴിയാണ് എല്ലാം ഡെവലപ്പായി വരുന്നത്, ക്യാരക്ടറൈസേഷൻ. ഫഫയുടെ കഥ ആദ്യം ഫോണിലാണോ പറഞ്ഞത് അതോ നേരിട്ട് പറഞ്ഞു? എന്തായിരുന്നു ആളുടെ റിയാക്ഷൻ? ഫുൾ കേട്ടിട്ടാണോ ഓക്കെ പറഞ്ഞത്? ഫുൾ കഥ കേട്ടിട്ടാണ് ഓക്കെ പറയുന്നത്. അല്ലാണ്ടൊന്നും ഓക്കെ പറയുന്ന ആളല്ലല്ലോ. എൻ്റെ ഫസ്റ്റ് പടം അല്ല, ഈ പറഞ്ഞ പോലെ രോമാഞ്ചം റിലീസ് ആയിട്ടില്ല. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും കഥ കേട്ടിട്ട് തന്നെയാണ് ഈ കഥയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് ചെയ്തതാണ്. രോമാഞ്ചത്തിന് മുമ്പ് ഈ കഥ മനസ്സിലുണ്ടോ? ഏതാണ് ഫസ്റ്റ് സംഭവിക്കുന്നത് മനസ്സിൽ? ആക്ച്വലി രോമാഞ്ചത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് ഞാൻ ഈ കഥ സജിന്റെ അടുത്ത് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ, അതായത് എൻറ്റയർലി ഇതല്ല, എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രോമാഞ്ചം റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ആവേശത്തിലെ ഒരു ഭാഗം അങ്ങനെ സജിൻ അറിയാം. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ അത് ഫുൾ സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആസ് എ ഡയറക്ടർ, ആസ് എ കോ ആർട്ടിസ്റ്റ്, നമുക്ക് ഫഫയിൽ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് മറ്റുള്ള കമ്പാരിറ്റീവ്ലി? ഫഫയുടെ യുണീക്നെസ് ഇതാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്വഭാവം എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന, മീൻസ് നമ്മളോട് ടേക്കിനിടയിലൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്നായിരിക്കും പുള്ളി ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും പുള്ളി എപ്പോഴും. അതായത് നമുക്ക് സർപ്രൈസ് തരാനും നമുക്ക് പുതിയ എന്തെങ്കിലും സാധനം തരാനും നമ്മളെ ഞെട്ടിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതായത് ഇപ്പം ഫഹദിനെ പോലെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്ക് അത് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാ സീനിലും വരേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ പുള്ളിയുടെ കഴിവ് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ രഹസ്യം പറയുന്നത്? അത് പറയട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളെ എക്സൈറ്റ് ചെയ്യാൻ പുള്ളി എപ്പോഴും ശ്രമിക്കും. നമുക്കൊരു എന്താ പറയുക, അതിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി, ഇപ്പം ഞാനൊരു കാര്യം ചെന്ന് പറയുവാണ്, അതായത് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും ഞാനിപ്പോൾ വേറെ സാധനം ഇടാം, അത് കണ്ടോ. അതായത് ഇങ്ങനെ ഇട്ടാലോ എന്നല്ല ചോദിക്കുന്നത്, ഞാൻ വേറെ സാധനം ഇടാം, അത് കണ്ടു എന്ന് പറയും. അപ്പോൾ അത് ഇടുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആ കിട്ടി. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോ അതിൽ തന്നെ നമുക്ക് ഫണ്ണായിട്ടുള്ള സംഭവം ഫഫ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു റീല് സാധനം, അതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം ഇല്ല, അറിയായിരുന്നു? അത് ഓൾറെഡി ജിത്ത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ചിരിച്ചു. അല്ല, നമുക്കത് അറിയായിരുന്നു. പക്ഷെ അത് പുള്ളി ചെയ്ത് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റും അതൊരു നമ്മള് ഇത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് നല്ല ഓർത്തപ്പോ തന്നെ നല്ല ചിരി വന്നു. പക്ഷെ ഇത് ചെയ്ത കൂടെ പടം കണ്ടില്ലേ? ഞങ്ങൾക്ക് പറഞ്ഞപ്പോഴും തോന്നിയത് അതല്ലേ ഇങ്ങനെ വാവെന്ന് പറഞ്ഞേക്ക്. ഞങ്ങൾ ആദ്യമേ നമ്മുടെ പ്ലാൻ ആയിരുന്നു മൈൻഡ് ചെയ്യണമെന്നുള്ളത്. ഇച്ചിരി പണിയെടുത്തല്ലേ കൊള്ളാം. മൻസൂർ അലിഖാന്റെ കെട്ടിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു വരുമ്പോ. നമ്മളാകുമ്പോഴത്തേക്കും അങ്ങനെ ഒരാളെ നോർമലായിട്ട് വന്ന ഒരാളെ പോലെ ബിഹേവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇരിക്കാതെ ചോദിച്ചുകൊണ്ടാണ് അവസാനം വരെ ഇവിടെ ഇരുന്ന് ഊറ്റിക്കുകയാണ്. സത്യസന്ധമായിട്ട് താടിയൊക്കെ വെച്ച രംഗ. താങ്ക് യു മൻസൂർ അലിഖാൻ താടി വെച്ച് മൻസൂർ അലിഖാൻ. ഇപ്പൊ
എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളങ്ങനെ രംഗെന്ന് പറയണം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇല്ല ബ്രോ, ആവേശം സിനിമ അല്ലല്ല ഈ ഇന്റർവ്യൂലേക്ക് വരുമ്പോൾ ഷൂലൈസ് കഴിഞ്ഞ ഇവര് പറഞ്ഞു ചെയ്തു സത്യമായിട്ടും ജസ്റ്റ് ഷൂലൈസ് കഴിഞ്ഞ് കിടക്കുന്ന രംഗ ഷൂലൈസ് കഴിഞ്ഞ് കിടക്കുന്ന രംഗ ഒരു കാർഗോസ് ഇട്ട രംഗ വെള്ളം വെള്ളം ടാഗിട്ട രംഗ എനിക്ക് സമാധാനം ശരിക്കും എന്താണ് എക്സ്പെക്ട് നമ്മൾ അറിയാൻ ബ്രൗൺ ഗ്ലാസ് ഇട്ട രംഗ പറയണോ നമ്മൾ അല്ല ഒരു നിങ്ങൾ ഒരുപാട് കൃത്യം പറയുന്നത് അതായത് എന്താ ടാഗൊക്കെ ഉണ്ട് മോതിരം പോയി. കയ്യിൽ നിന്ന് പോയ രംഗ ഗ്ലാസ് കിടക്കുന്ന ബ്രാൻഡ് ഒക്കെ ഓക്കെ അപ്പോ അല്ല രംഗയുടെ കോസ്റ്റ്യൂം ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു ഇഷ്ടമായി അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇമ്പാക്ട് തോന്നും നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബൂമിങ് എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നിട്ട് ഭൂമി അറിയില്ല, അതിന് നാട്ടുകാര് എന്തായാലും പറയും. നാട്ടുകാരെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഇട്ട് വധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല So, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പാടം കൊടുക്കും നീ എന്തെങ്കിലും രഹസ്യം പറയണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞത്. സിനിമ കണ്ടു, ഒരുപാട് സന്തോഷം. ഇനി ഇതുപോലത്തെ എന്റർടൈൻമെന്റ് സിനിമകളായിട്ട് ഇനി ഞങ്ങളിലേക്ക് വരണം. സിനിമ എന്തായാലും തിയേറ്ററിൽ ഫുൾ പാക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ സംഭവിക്കട്ടെ. ഒരുപാട് സിനിമകൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകളായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാം. താങ്ക് യു. താങ്ക്സ് താങ്ക് യു.